സാബുവും ശ്വേതയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മത്സരാർത്ഥികളുടെ കണ്ണുകൾ മുഴുവനും ഈറൻ അണിഞ്ഞിരുന്നു. മനസ്സുകൊണ്ട് അവർ അത്രയധികം ഇവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടിരുന്നു. കൊടും ചൂടിൽ വെന്തുരുകിയ മനസ്സുമായി നിൽക്കുന്ന മത്സരാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു വേനൽ മഴയായി കടന്നു വന്നവരാണ് സാബുവും ശ്വേതയും. അവർ വന്ന ദിവസം അത്രയധികം ഓളമുണ്ടാക്കാൻ രണ്ടുപേർക്കും സാധിച്ചു. ഇതിലൊരുപടി മുന്നിൽ നിൽക്കുന്നത് ശ്വേതയാണെന്ന് പറയാം. മത്സരാർത്ഥികളെ മുഴുവൻ കംഫർട്ട് സോണിലാക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു. ആരോടും ദേഷ്യത്തോടെ സംസാരിക്കാതെ ഗെയിം കളിക്കേണ്ട പാറ്റേണും തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഈ രണ്ടു പേർക്ക് സാധിച്ചു. അതിൽ നിന്നും ആ തന്ത്രം മനസ്സിലാക്കി മാറ്റിപ്പിടിച്ച് മുന്നോട്ട് കളിക്കുന്നവർക്ക് ഇനി ഈ ഗെയിമിൽ വിജയം കൈവരിക്കാം. അതിഥികളായാണ് വീട്ടിലേക്ക് വന്നതെങ്കിലും അത്തരത്തിലുള്ള ജാടയോ അഹങ്കാരമോ ഒന്നും ഇവർ രണ്ടുപേരും കാണിച്ചില്ല. അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പോലും കിച്ചണിൽ എല്ലാ സഹായത്തിനും മുൻപന്തിയിൽ നിന്നിരുന്നത് ശ്വേതയും സാബുവും തന്നെയായിരുന്നു. സത്യത്തിൽ ബിഗ് ബോസ് വീടാണെന്നും മത്സരമാണെന്നും മറന്നു. തങ്ങളുടെ തറവാടാണെന്ന രീതിയിലാണ് രണ്ടുപേരും പെരുമാറിയത്. 5 വർഷത്തിന് ശേഷം അനിയന്മാരെയും അനിയത്തിമാരെയും കാണാൻ, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ, അവർക്ക് നല്ല വഴി ഉപദേശിക്കാൻ എന്ന രീതിയിലായിരുന്നു രണ്ടുപേരുടെയും പെരുമാറ്റം. ആ വീട്ടിൽ ഇല്ലാതിരുന്നത് പരസ്പര സ്നേഹമാണ്, കൂടാതെ നിലവാരമില്ലായ്മയും. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രാധാന്യം മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാബുവിനും ശ്വേതയ്ക്കും സാധിച്ചു. എല്ലാ മത്സരാർത്ഥികളെയും ഇവർ ഒരുപോലെ കണ്ടു. എല്ലാവരുടെ കാര്യങ്ങളും ക്ഷമയോടെ കുത്തിയിരുന്ന് കേട്ടു. എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. ആരോടും ദേഷ്യപ്പെട്ടില്ല. എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു തമാശകളിൽ വരെ സന്തോഷം കണ്ടെത്തി അവർക്ക് നല്ലൊരു ചിരി സമ്മാനിക്കാൻ ശ്വേതയ്ക്കും സാബുവിനും പറ്റി. ഇതൊക്കെ ഇവരുടെ നല്ല ക്വാളിറ്റികളാണ്. ഈ മത്സരാർത്ഥികളെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നവരാണ് സാബുവും ശ്വേതയും. അവർ കാണിക്കുന്ന വിനയവും താഴ്മയും ഈ മത്സരാർത്ഥികൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. മെച്യൂരിറ്റി കുറവ് കൊണ്ടും അമിതമായ ദേഷ്യം കൊണ്ടും ഈ സീസണിൽ സംഭവിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സാബുവിൻ്റെയും ശ്വേതയുടെയും പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മത്സരാർത്ഥികൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപായി ഇവർക്ക് ചെറിയ മീറ്റിംഗ് വെച്ചിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ഇവരോട് രണ്ടുപേരോടും ബിഗ് ബോസ് നന്ദി പറഞ്ഞു. എന്തെങ്കിലും കാര്യങ്ങൾ മത്സരാർത്ഥികളോട് പറയാനുണ്ടെങ്കിൽ പറയാനും പറഞ്ഞു. രണ്ടുപേർക്കും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമായെന്നും നിങ്ങളെല്ലാവരും നല്ല കണ്ടസ്റ്റൻറ്റുകളാണെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾക്കും ഈ ബിഗ് ബോസ് വീടിൻ്റെ ഓർമ്മകൾ ഒന്നുകൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. വളരെ നല്ല മുഹൂർത്തങ്ങളായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായത്. എല്ലാവരെയും ഞങ്ങൾ മിസ് ചെയ്യും. ചിരിച്ചും കളിച്ചും നന്നായി എല്ലാവരും മുന്നോട്ട് ഗെയിം കളിക്കണമെന്ന് ശ്വേത പറഞ്ഞു. ഞാൻ അധികം ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാത്തൊരാളാണെന്നാണ് സാബു പറഞ്ഞത്. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ടവരാണെന്നും പുറത്തു വന്നാൽ നമ്മൾക്കെല്ലാവർക്കും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നും സാബു പറഞ്ഞു. ഇവർക്ക് പോകാനുള്ള സമയമായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിയന്ത്രിക്കാനാവാതിരുന്നത് ജിൻഡോയ്ക്കായിരുന്നു. ജിൻഡോ അപ്പോഴേ കരയാൻ തുടങ്ങി. ഇത് കണ്ട് ശ്വേതയ്ക്കും സങ്കടം വന്നു. ചക്കരയെ വാട എന്നും പറഞ്ഞ് ജിൻഡോയെ ശ്വേത സ്നേഹപൂർവ്വം വിളിച്ചു. കെട്ടിപ്പിടിച്ചു കരയുകയായിരുന്നു ജിൻഡോ. ഈ ദിവസങ്ങളിൽ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു ജിൻഡോ ശ്വേതയെ കൊണ്ട് നടന്നത്. തമാശകൾ പറഞ്ഞു ചിരിപ്പിച്ചും രണ്ടുപേർക്കും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുത്തു. അവരിൽ നിന്നും നല്ല പാഠങ്ങൾ പഠിച്ചും നല്ല ഒരു അനിയനായി ജിൻഡോ നിന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇവർ പോകുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഒരുപക്ഷെ ജിൻഡോ ഇത് ഗെയിമാണെന്ന് പോലും മറന്നു. വിട പറയുന്നതിന് മുൻപായി എല്ലാ മത്സരാർത്ഥികൾക്കും ഇവർ മധുരം പങ്കുവച്ചു. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറഞ്ഞാണ് എല്ലാവർക്കും മധുരം കൊടുത്തത്. ഒരൊത്തൊരുമ അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്ന് ഇവർ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് ബിഗ് ബോസിൻ്റെ സ്നേഹ സമ്മാനമായി രണ്ടുപേർക്കും അവരുടെ നല്ല നിമിഷങ്ങൾ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ സമ്മാനിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ശ്വേതയ്ക്കും സാബുവിനും. രണ്ടുപേർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ പോസിറ്റീവായി കളിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം, തീർച്ചയായും മാറ്റിപ്പിടിക്കണം എന്നാണ് അവസാനമായി മത്സരാർത്ഥികളോട് ഇവർ പറഞ്ഞത്. ജിൻഡോ അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല. ജിൻഡോയെ വീണ്ടും കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് രണ്ടുപേരും. എല്ലാ മത്സരാർത്ഥികളെയും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ സമാധാനമായാണ് ഇവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. കിച്ചൺ ഡ്യൂട്ടിക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും ശ്വേത പോകുന്നതിന് മുൻപായി പറഞ്ഞു കൊടുത്തിരുന്നു. തുടർന്ന് ഗാർഡൻ ഏരിയയിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തു. ആ വീട് മൊത്തം പോസിറ്റീവാക്കിയാണ് ഇവർ യാത്ര പറയുന്നത്. ഇവർ പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ദിവസം ബിഗ് ബോസ് വീടിനെ ഒന്ന് തണുപ്പിക്കാൻ തകർപ്പനൊരു മഴ കൂടി അവിടെ പെയ്തിരുന്നു. പ്രഷർ കുക്കറിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മനസ്സും അതുപോലെ തണുപ്പിച്ചാണ് രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞത്.